നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ചേച്ചിയില്ലാത്ത വിഷമം ആദരിക്കില്ലെങ്കിലും ഏട്ടനില്ലാത്തതിന്റെ വിഷമം സന്ദീപിനുണ്ടാവും. അവനെ കൂടി വിഷമിപ്പിക്കണ്ട. ഞാൻ കാരണം എന്റെ സച്ചിയുടെ തല ഇനിയും താഴുന്നത് എനിക്ക് സഹിക്കില്ല. ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാതെ മാറി നിന്നോളാം. ഞാൻ എന്നും എന്റെ അനിയത്തിയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. ഇതും സാധിച്ചു കൊടുക്കുന്നു. ചടങ്ങുകളൊക്കെ കഴിയുന്നത് വരെ ഞാൻ ഇങ്ങോട്ട് വരില്ല. അർച്ചന, താൻ മാറി നിൽക്കണ്ട, താനും വാ. വേണ്ട സച്ചേട്ടാ, ഞാൻ വരുന്നത് ആദരിക്ക് ഇഷ്ടാവില്ല. വെറുതെ എന്തിനാ ഞാനായിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ആ, എന്നാ ഞാനും പോകുന്നില്ല. ഞാനും തൻ്റെ കൂടെ ഇവിടെ നിൽക്കാം. തനിക്ക് അനുവാദമില്ലാത്ത ഒരു ഫംഗ്ഷനും ഞാനും പോവില്ല. അത് വേണ്ട സച്ചേട്ടൻ, പോ. ചേച്ചിയില്ലാത്ത വിഷമം ആദരിക്കില്ലെങ്കിലും ഏട്ടനില്ലാത്തതിന്റെ വിഷമം സന്ദീപിനുണ്ടാവും. അവനെ കൂടി വിഷമിപ്പിക്കണ്ട. മോളെ അച്ചു, ആതിര അപ്പോഴുള്ള ദേഷ്യത്തിന് പറഞ്ഞതാ അത്. മോളതൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങോട്ട് വരാൻ നോക്ക്. അവൾ എപ്പോഴും പറയുന്നത് നീ തന്നെയാ ചെയ്തെന്ന്. സാഹചര്യം അങ്ങനെ തന്നെയല്ലേ? അവളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ മോളെ. പ്രത്യേകിച്ച് നിങ്ങൾ പിണങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മോളതൊക്കെ മറക്ക്. നല്ലൊരു ദിവസമായിട്ട് ഇനി മോളായിട്ട് മാറി നിൽക്കണ്ട. ദേ, അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കുക. മോള് വാ. മോളെ, നീ മാത്രം മാറി നിൽക്കുന്നത് അച്ഛന് വിഷമമുണ്ടാക്കുന്ന കാര്യ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും. അതുകൊണ്ട് മോള് വാ. ഞാൻ അവിടേക്ക് വന്നോ? ഇനിയും അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ
ഈ ചടങ്ങ് മുടങ്ങിയെന്ന് വരും. ഞാൻ കാരണം അത് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല അച്ഛാ. എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നാലും എടുക്കുന്ന തീരുമാനമേ ഞാനും എടുത്തിട്ടുള്ളൂ. എനിക്ക് വേണ്ടി സംസാരിച്ചും വക്കാലത്ത് പറഞ്ഞും നിങ്ങളും കൂടി ആതിരയുടെ ശത്രു ആവണ്ട. അതുകൊണ്ട് അച്ഛനും അമ്മയും സച്ചേനും ഒക്കെ ചെല്ല. എന്നെ എന്തായാലും പ്രതീക്ഷിക്കണ്ട. ഞാൻ വരില്ല. അമ്മ സച്ചേട്ടനും ചെല്ല്. ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കണ്ട. ചെല്ല് സച്ചേട്ടാ. ഇവരെ ഇത് ചെയ്യുള്ളൂ, എനിക്ക് ഉറപ്പാത്. ഇവര് ദേ ഇത് നിന്റെ ചേച്ചിയാ. ചേച്ചി ഇങ്ങനെയൊക്കെ എന്നോട് കാണിക്കുന്ന ഇവരെ ചേച്ചി നല്ല വിളിക്കണ്ട. അർച്ചനെ, അച്ഛൻ നിന്നോട് കുഞ്ഞിന്റെ നാവിൽ തേച്ചു കൊടുക്കാനുള്ള തേൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞു. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട്. നിന്റെ ഈ തീരുമാനം തന്നെ ശരി. എന്നെങ്കിലും ആതിരയുടെ അഹങ്കാരം കുറയും. അന്നേരം ചോദിക്കണം എനിക്ക് അവളോട്. ഇന്നാണ് നെല്ലിശ്ശേരിയിലെ കുഞ്ഞിന്റെ നൂലുകെട്ട്. മുറ വെച്ച് നോക്കുമ്പോ അമ്മാവന്റെ സ്ഥാനത്താണ് ധനുഷ്. അങ്ങോട്ടൊന്ന് പോകണമെന്നില്ലേ? പോകണം. അതിനെ പോയിന്ന് ജീവനോടെ കാണണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ഇത്ര ദൂരം അവിടെ ഓടിയെത്തുന്നതിന് മുൻപ് അതിന്റെ ജീവൻ പോവും. അതെങ്ങനെ? അതിനുള്ളതൊക്കെ ഞാൻ അവന്തിയേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.